ഈ ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന ആ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ശീലം ഇതാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അല്പസമയമെങ്കിലും മാറ്റിവെക്കാറുണ്ടെങ്കിൽ ഈ ഒരു ശീലം അവരെ നിങ്ങൾക്ക് അഡിക്റ്റാക്കും. ഇനി അവരെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന രണ്ടാമത്തെ ശീലം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ സത്യസന്ധതയാണ്. നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും അത് ഒളിച്ചു വയ്ക്കാതെ, നല്ലതാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഒന്നും ഒളിച്ചു വയ്ക്കാതെ അവരോട് തുറന്നു പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സത്യസന്ധതയും അവരെ നിങ്ങൾക്ക് അഡിക്റ്റാക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന മൂന്നാമത്തെ ശീലം ഇതാണ്. നോ പറയുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യത്തിന് നിങ്ങൾ നോ എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ് അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അത് നോ പറയുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, പിന്നീട് ചെയ്യാതിരിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന നാലാമത്തെ ശീലം ഇതാണ്. അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കൊപ്പം ഉണ്ടായിരിക്കും. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായിട്ട് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുക. അവരെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന അഞ്ചാമത്തെ ശീലം ഇതാണ്. നിങ്ങൾക്ക് സ്വന്തം കാര്യം നോക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ള പര്യാപ്തി ഉണ്ട് എന്ന് അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആ ഒരു കഴിവുണ്ട്. നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ എല്ലാത്തിനും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ് എന്ന് കാണിക്കുന്നതിലൂടെ ആ വ്യക്തിയെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡിക്റ്റാക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന ആറാമത്തെ ശീലം ഇതാണ്. അവരുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്വന്തമായും ചില ലക്ഷ്യങ്ങളും അത് സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരെ നിങ്ങളിലേക്ക് അഡിക്റ്റാക്കുന്ന ഒരു ശീലമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അഡിക്റ്റാക്കുന്ന അടുത്ത ശീലം ഇതാണ്. മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് പറയുന്നത്, കുറ്റം പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇനിയും തൊട്ട് ആരെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക. പ്രത്യേകിച്ചും അവർ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി നിങ്ങൾ നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുക. ഇതിൽ എത്ര ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.